പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധിയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ചാനലിലൂടെ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായി നമ്മൾ ധ്യാനിക്കുന്ന വേദപുസ്തക ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത്. ഈ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ മംദാനായുടെ ഞായറാഴ്ചയാണ്. സ്നാപകയോഹന്നാൻ്റെ ജനനത്തെ ആണ് ഈ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വചനങ്ങളിൽ നമുക്കൊന്നൊന്ന് ശ്രദ്ധിക്കാം. സന്ധ്യയുടെ വായനയായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെ വാക്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. പ്രഭാതത്തിൻ്റെ വായനയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 21 വരെ വാക്യങ്ങളാണ്. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 22 വരെ വാക്യങ്ങളാണ് 2-ാം വായന. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ് 3-ാമത്തെ വായന. ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് 1 യോഹന്നാൻ 4-1 മുതൽ 10 വരെ വാക്യങ്ങളും, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 31 വരെ വാക്യങ്ങളുമാണ്. എവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെ വാക്യങ്ങളാണ്. സന്ധ്യയുടെ വായനയും എവൻഗേലിയോൻ വായനയും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഒരു വാക്ക് നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാർക്ക് കർത്താവേ അത് അനുഗ്രഹപ്രദമായി തീരുവാനും അനുതാപമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെ വാക്യങ്ങളാണ് എവൻഗേലിയോനും സന്ധ്യാവായനയായിട്ട് ക്രമീകരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എവൻഗേലിയോൻ ഭാഗത്ത് അതിനെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ. ഇപ്പോൾ നമുക്ക് പ്രഭാതത്തിൻ്റെ വായനയിൽ നിന്ന് അല്പസമയം മുന്നോട്ട് പോകാം. 11-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി സ്നാപകയോഹന്നാനെക്കുറിച്ച് യേശു പറയുന്ന കാര്യങ്ങളാണ് അതിലെഴുതിയിരിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഈ ഭാഗങ്ങളാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത് അവിടെ പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. 2, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അതിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, സ്ത്രീകളിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നുണ്ടായത്, ജഡത്തിൽ നിന്ന് ജനിച്ചത് ഏറ്റവും വിശുദ്ധനും ഏറ്റവും ഉയർന്നവനുമാണ് സ്നാപകയോഹന്നാൻ എന്ന് പറയുന്നത്. എന്നാൽ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചത് യേശു, സ്വർഗത്തിൽ രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പോൾ സ്വർഗരാജ്യത്തെ കാംക്ഷിച്ചുകൊണ്ട്, ഭൂമിയിൽ സ്വർഗരാജ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെയും ക്രിസ്തുവിനെ പോലെ ചെറിയവനാകുമെന്നാണ് കർത്താവോട് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ചെറിയവനായി വർദ്ധിക്കും.
അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ച യോഹന്നാനേക്കാൾ വലിയവനാണ്. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ച യോഹന്നാൻ എന്ന് പറയുന്നത് യോഹന്നാനെ പോലെ അത്ര ശക്തനും അത്ര ധീരനും അത്ര സൗമ്യനും ശാന്തശീലനും സൽസ്വഭാവിയുമായിട്ടുള്ള വേറൊരാളുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യേശു സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ യോഹന്നാനെ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സൂചന അവിടെ നമുക്ക് നൽകണം. അപ്പം നമ്മൾ ക്രൈസ്തവരായിട്ടുള്ളവർ യോഹന്നാനേക്കാൾ മറികടക്കണം. യോഹന്നാൻ പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗമാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ളവൻ ക്രിസ്തുവിൽ കൂടി പുതിയ രാജ്യത്തിലെ അല്ലെങ്കിൽ പുതിയ യുഗത്തിലെ അംഗമാകയാൽ ഏറ്റവും ചെറിയവനായിരിക്കണം എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയവനായിരിക്കുമെന്നുള്ള സൂചനയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്നാപയോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ്, ബലവാന്മാരെ അത് പിടിച്ചടക്കുന്നു എന്നാണ് പറയുന്നത്. യേശു ആ ഭാഗത്ത് പറയുന്നുണ്ട്, സ്നാപയോഹന്നാൻ്റെ നാളുകൾ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കുന്നത് അത്ര ഈസിയായ ഒരു കാര്യത്തിലൂടെ, അത്ര എളുപ്പമായ ഒരു കാര്യത്തിലൂടെയല്ല. നമ്മൾ ലോകത്തോടും പിശാചിനോടും ശരീരത്തോടും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ ബലം പിടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനു വേണ്ടി തന്നെ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സുഖങ്ങളും മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് സാത്താൻ്റെ ചിന്തകളൊക്കെ വിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ചിന്തിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അത് ബലപ്രയോഗത്തിന് വിഷയമാണ്. അപ്പോൾ അതിലേക്ക് കടക്കാതിരിക്കാൻ പലരും ശ്രമിക്കുമെന്നുള്ളതാണ്. കടക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ മാമോദിസ മുങ്ങിയവരെ കടക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും കടത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സാത്താൻ നടത്തുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ബലപ്രയോഗത്തിന് വിഷയമാണ്. അത് ബലവാന്മാർ പിടിച്ചെടുക്കണമെന്ന് പറയുക. എന്നു മുതലാണ്? യോഹന്നാൻ്റെ കാലം മുതലാണ്. സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നത് എങ്ങനെ കാട്ടുതേനും വെട്ടുക്കിളിയൊക്കെ ആഹാരമായിരുന്നു, ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായം ധരിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുന്നത്, വളരെ ലളിതമായി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായി മാറി. പിന്നെ അപ്പോൾ അതുകൊണ്ട് യോഹന്നാനേക്കാൾ വലിയവനാകാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ആകണം നമ്മൾ എന്നൊരു അനുഭവം. അപ്പോൾ ക്രിസ്തുവാണ് ദൈവരാജ്യം നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യേകത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അത്രയെന്ന ആ വചനത്തെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം മലാക്കി പ്രവചനത്തിൽ പറയുന്ന 4:5 ഏലിയയുടെ ആത്മാവോടുകൂടി യോഹന്നാൻ വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായിട്ട് യേശു പറയുന്നത് ഈ ചന്തസ്ഥലത്തിരിക്കുന്ന പിള്ളേരെ പോലെയാണെന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ യഹൂദന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിലും ഇന്ന് നമ്മളും അതിനകത്ത് ബാധകമാണ്. ഒന്ന്, സന്തോഷത്തിൻ്റെ കുഴലൂതാം നൃത്തം ചവിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിനും സമ്മതിച്ചില്ല. പിന്നെ വിലാപഗാനം ആലപിക്കാമെന്ന് പറഞ്ഞു, അതിനും സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞാൽ യേശു ചുരുക്കി പറയുകയാണ്, യോഹന്നാനെയും അംഗീകരിച്ചില്ല, യേശുവിനെയും അംഗീകരിച്ചില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ നമ്മൾ ഇന്ന് എത്തണം. യോഹന്നാൻ്റെ ഓർമ്മ ദിവസമാകുന്ന ഈ ഞായറാഴ്ചയിൽ നമ്മൾ യോഹന്നാനെ പോലെ കർത്താവിൻ്റെ മുന്നോടിയായി നിൽക്കുവാൻ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായി നിൽക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്ന, ഒപ്പം തന്നെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. വീണ്ടും നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെ വാക്യങ്ങളാണ്. അത് തന്നെ നമുക്ക് ഗലാത്യ ലേഖനത്തിലും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ അത് ധ്യാനിക്കാമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. വീണ്ടും പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെ വാക്യങ്ങളാണ് അതിലൂടെ വായിക്കുന്നത്. അങ്ങനെ ബോവസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവൻ്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്കൊരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനായിരിക്കട്ടെ.
പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ട രൂത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാവീദിൻ്റെ ഗോത്രത്തിലാണ്, വംശത്തിലാണ് യേശു ജനിച്ചത് എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. യേശു ദൈവമായിരുന്നെങ്കിലും ഈ ഭൂമിയിൽ ജന്മമെടുക്കാൻ ഒരു അമ്മയെ ആവശ്യമായിരുന്നു, ഒരു കുലം ആവശ്യമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ദാവീദിൻ്റെ കുലത്തിലാണ് യേശു ജനിച്ചത്. അപ്പോൾ ആ വംശത്തിൽ രൂത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. ഇങ്ങനെയാണ് രൂത്ത് പ്രധാനപ്പെട്ട വ്യക്തിയായി. രൂത്ത് അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, രൂത്തിൻ്റെ അമ്മായിയമ്മ നവോമിയോട് രൂത്ത് പറഞ്ഞതാണ്. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ജനം എൻ്റെ ജനം. രൂത്ത് എടുത്ത തീരുമാനമാണ്. രൂത്തിന് അവളുടെ അപ്പൻ്റെ വീട്ടിൽ ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ ഇരിക്കെ തന്നെ നവോമിയുടെ മകനെ കല്യാണം കഴിച്ചു. നവോമിയുടെ മകൻ മരണപ്പെട്ടപ്പോൾ ഈ രൂത്ത് വിധവയായി. അങ്ങനെ നവോമിയായ അമ്മയും രൂത്തും വിധവയാണ്. നവോമിക്ക് നഷ്ടം 2 ആൺമക്കളും ഭർത്താവുമാണ്. രൂത്തിന് ഭർത്താവാണ് നഷ്ടം. അവളുടെ സഹോദരി എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ ഭാര്യ ഓർപ്പ നവോമിയുടെ വാക്ക് കേട്ട് അവൾ തിരികെ അവളുടെ അപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അവൾക്ക് ഇനി ഒരു നല്ല ജീവിതമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് കേട്ട് പോയി. എന്നാൽ രൂത്ത് ആകട്ടെ അങ്ങനെ പോയില്ല. രൂത്ത് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രൂത്ത് ആ അമ്മായിയമ്മയെ നോക്കിയിട്ട് അമ്മായിയമ്മ വിധവയും അനാഥയുമാണെന്ന് കണ്ടപ്പോൾ അനാഥയും വിധവയുമായ അമ്മായിയമ്മയുടെ പക്ഷം ചേരുവാനായിട്ട് രൂത്ത് ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ബാറാസീറെ അല്ലെങ്കിൽ പ്രഭാഷകൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടെ ഇതിനേക്കാൾ സ്നേഹം കാണിക്കുകയും ചെയ്യും. ഇവിടെ നവോമി അനാഥയാവുകയാണ്. ആ അനാഥയ്ക്ക് കൂട്ടായി രൂത്ത് അവളുടെ ജീവിതത്തെ വലിച്ചെറിയുകയാണ്. അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി, അല്ലെങ്കിൽ മനുഷ്യനോടുള്ള സ്നേഹം, ഇതിന് മനുഷ്യപ്പറ്റെന്ന് പറയും. അപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതമാണ് എങ്കിൽ നീ എൻ്റെ കൂടെ വരണ്ട, നിൻ്റെ ജീവിതം നിനക്ക് നഷ്ടമാകും, ഞാനോ ദൈവത്താൽ ഇങ്ങനെ ശിക്ഷ ഏൽക്കേണ്ടവളാണെന്ന് പറയുമ്പോൾ രൂത്ത് പിൻവാങ്ങാതെ കൂടെ വന്നപ്പോൾ രൂത്തിന് കിട്ടിയ വലിയ അനുഗ്രഹമാണ് എന്ത്? അവൾക്ക് ദൈവപുത്രൻ്റെ ജനനത്തിൽ ആ വംശാവലിയിൽ പങ്കുചേരുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിനാണ് പ്രിയമുള്ളവർ നമ്മൾ മുമ്പ് വായിച്ച കേട്ട ബലപ്രയോഗമാണത്. അവളോട് തന്നെ സംസാരിച്ചിട്ടുണ്ടാകും, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി എനിക്കൊരു വേറെ വിവാഹം കഴിച്ച് സുഖജീവിതം നയിക്കണോ, അതെയോ ഈ അനാഥയായ ഈ അമ്മയുടെ കൂടെ പോയി ജീവിക്കണോ? അപ്പോൾ അവൾ ആ ബലപ്രയോഗം കഴിഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു അവൾക്ക് പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തി അമ്മയുടെ കൂടെ പോവുക. അപ്പോൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ മാതൃസ്ഥാനത്താണ് അവൾ വന്നത്. ദൈവരാജ്യത്തിലെ മാതൃസ്ഥാനം, ബോവസിൻ്റെ ഭാര്യ എന്ന സ്ഥാനം അവൾക്ക് കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവായ ഓബദ്, ബോവസിന് രൂത്തിൽ നിന്ന് ജനിച്ചതാണ് ഓബദ്. ഈ അടുത്ത തലമുറയിലേക്ക് അവൾക്ക് പ്രവേശനം കിട്ടുകയാണ്. ഇതാണ് വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് 3-ാമത്തെ വായനയായിട്ട് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 62-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ് പറയുന്നത്. അതിലിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവ് രക്ഷ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സകലർക്കുമുള്ള രക്ഷ, ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. സകലർക്കുമുള്ള രക്ഷ കർത്താവ് കൊണ്ടുവരുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചു കൊള്ളണം യെശയ്യാപ്രവചനം 62-ന്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് രക്ഷ കൊണ്ടുവരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അനുഭവമാണല്ലോ. കർത്താവ് നമ്മളെ രക്ഷിച്ചു, നമ്മുടെ നിത്യജീവന് നമുക്ക് നൽകി. ഒപ്പം തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് കൃത്യസമയത്ത് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനമാണ് ലേഖനങ്ങളുടെ ആദ്യത്തേതായിട്ട് വരുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. അതിലിപ്രകാരം പറയുന്നു, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. തുടക്കം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കും.
ലോകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുകൊണ്ട് അത് ആത്മാവിലാണ് എല്ലാം നടക്കുന്നത്, അത് കാണപ്പെടാത്തവയാണ് എന്നുള്ളത് കൊണ്ടൊന്നും എല്ലാം വിശ്വസിക്കരുത് എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. പിന്നെ എങ്ങനെ വിശ്വസിക്കണം? ലോകത്തിലേക്ക് കള്ളപ്രവാചകന്മാർ ധാരാളം വന്നിരിക്കുന്നുവെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പല വ്യാജപ്രവാചകന്മാർ ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത്രയും പ്രവാചകന്മാർ വ്യാജമായിട്ട് മുമ്പെങ്ങും ഇല്ലാത്തവണ്ണം ഇറങ്ങിയിരിക്കുന്നത് എന്താ? യേശുവിനെ തകർക്കണം. യേശുവിൻ്റെ നാമം അത് പിശാച് വിറയ്ക്കുന്ന നാമമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കണം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ, മോശയുടെ വടി പാമ്പായി മാറിയപ്പോൾ ഫറവോയുടെ മന്ത്രവാദികളെ വിളിച്ചുകൊണ്ട് അവരോടും വടിയിടാൻ പറഞ്ഞു, അത് പാമ്പായി മാറി. അപ്പോൾ മോശയുടെ വടി പാമ്പായി, ഫറവോയുടെ വടി മന്ത്രവാദികളുടെ വടിയും പാമ്പായി. എന്ത് വ്യത്യാസമെന്നാണ് ഫറവോ ചോദിച്ചത്. മറുപടി ദൈവത്തിൽ നിന്ന്, മോശയുടെ വടി ഫറവോയുടെ വടിയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സത്യാത്മാവിനെ തിരിച്ചറിയണമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഏതാണ് സത്യാത്മാവ്? യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ തിരിച്ചറിയാമെന്നാണ്. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയാത്ത ഒരു ആത്മാവും എന്ത് അത്ഭുതം പ്രവർത്തിച്ചാലും, എത്ര ശക്തിയുള്ള അത്ഭുതം പ്രവർത്തിച്ചാലും, മരിച്ചവനെ ഉയർപ്പിച്ചാലും വിശ്വസിക്കരുത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിലൂടെ മാത്രം നടക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തി യേശുവിലൂടെയാണോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് വചനം പറയുകയാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അങ്ങനെ വ്യാജ വാർത്തകളും വ്യാജ പ്രവാചകന്മാരും വ്യാജ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളതിനെ എതിർക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഭയം തോന്നാം. പക്ഷേ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മൾ ഏറ്റുപറയുന്നു, അത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിൽ എന്തെല്ലാം ആളുകളുണ്ടായാലും, ഏതെല്ലാം ശക്തന്മാരുണ്ടായാലും, നേരത്തെ സൂചിപ്പിച്ച പോലെ മോശയുടെ വടി ഫറവോയുടെ മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിയതുപോലെ ക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷ മറ്റെല്ലാ രക്ഷകളെയും മറ്റെല്ലാ അത്ഭുതങ്ങളെയും അസ്ഥാനത്താക്കി കളയും. അതിന് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ആത്മാക്കളുടെയും പുറകെ പോകരുത്. ഇനി ക്രിസ്ത്യാനികൾ തന്നെ നടത്തുന്ന കൂട്ടായ്മകളാണെങ്കിലും ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ടോ എന്ന് പരിശോധിക്കണം. വെറുതെ അത്ഭുതങ്ങൾ മാത്രം നടക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയും, കയ്യിലിരിക്കുന്ന കാശെല്ലാം മേടിച്ചെടുക്കാനുള്ള പണിയൊക്കെയാണ് അവർ നടത്തുന്നതെങ്കിൽ അവിടെയൊന്നും പോകരുത്. കാരണം എന്താണ്? ക്രിസ്തുവിൻ്റെ രക്ഷ സ്വർഗരാജ്യം മേടിച്ചെടുക്കാനുള്ളതാണ്, സ്വർഗരാജ്യം പ്രാപിക്കുവാനുള്ളതാണ്. അപ്പോൾ ക്രിസ്തു നൽകുന്ന രക്ഷ സ്വർഗരാജ്യം പ്രാപിക്കാനുള്ളതാണെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിശുദ്ധിയും നമ്മൾക്കുണ്ടാകണം. അപ്പോൾ തിന്മ നമ്മളെ തിന്മയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട്, തിന്മയിലൂടെ ജീവിച്ചുകൊണ്ട് നന്മ പ്രഘോഷിക്കാം. അതും സാത്താൻ്റെ വേറൊരു തന്ത്രമാണ്. വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടുമെന്നാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 31 വാക്യങ്ങളാണ്. ഹാഗാറും സാറായും എന്ന് പറയുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ദാസിയുടെ പുത്രൻ ശാരീരികതയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ, അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. അവളാണ് ഹാഗാർ. ഹാഗാർ അറേബ്യയിലെ സീനായ് മലയാണ്. അവൾ എന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകമാത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ
നമ്മൾ വായിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവിടെ ദാസിയുടെ മകൾ എൻ്റെ മകനുമായി, ദാസിയുടെ മകൻ എൻ്റെ മകനുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. അതിലൂടെ പൗലോസ്ലീഹ അന്ന് സാറ പറഞ്ഞത് ഇന്ന് പൗലോസ്ലീഹ നമ്മളോടത് എടുത്തു പറയുകയാണ്. സ്വതന്ത്രയുടെ മക്കളാണ്, ഇസഹാക്കിലൂടെയുള്ള വംശപാരമ്പര്യമാണ് യഥാർത്ഥ പാരമ്പര്യം എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാവരിലും ദൈവത്തിൻ്റെ നന്മയുണ്ട്, ദൈവാംശമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണെന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിഞ്ഞിരിക്കും. ആണ് ഇസ്മായേലിനെ ദൈവം വലിയൊരു ജനതയാക്കി എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ മകനായതുകൊണ്ട് അവനെ നിലനിർത്തുമെന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷെ ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി അത് ഇസഹാക്കാണ്. ഇസഹാക്കിലൂടെയാണ് വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത. യേശുക്രിസ്തുവും ഏറ്റു പറഞ്ഞത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ്. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ പൂർണ്ണതയും പഴയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അബ്രാഹാം മുതൽ ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെ ആ 3 പേരെ ഏറ്റുപറഞ്ഞിട്ടുള്ളവരുടെ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോരുന്നത്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തുമൊക്കെ ഉണ്ട്. ഏതിലായാൽ എന്താ കുഴപ്പം, എല്ലാം ദൈവത്തിൻ്റെ അല്ലേ, എല്ലാം വിശ്വാസമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാറ്റിനെയും വിശ്വസിക്കുകയും എല്ലാറ്റിനെയും അംഗീകരിക്കുകയും എല്ലാം നിലനിൽക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സൗജന്യ രക്ഷ നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള രക്ഷ നമ്മൾ ഏറ്റുപറയാതെ പോകുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനി ഒരിക്കൽ പോലും മനുഷ്യനെ സ്നേഹിക്കണം, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ അംഗീകരിക്കണം ദൈവത്തിൽ നിന്ന്. പക്ഷേ മനുഷ്യനുണ്ടാക്കി വച്ചിരിക്കുന്ന ദൈവസങ്കല്പങ്ങളെയൊന്നും അംഗീകരിക്കരുത്. അത് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സങ്കല്പം മാത്രമാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് വീണ്ടും മുന്നോട്ട് പോകാം. ഇനി നമ്മൾ ഏവൻഗേലിയനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഏവൻഗേലിയൻ വായിക്കുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 57 മുതൽ 80 വരെ വാക്യങ്ങളാണ്. അതിൽ ഒത്തിരി പറയുവാനുണ്ട്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എലിസബത്തിന് പ്രസവ സമയമായി, അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നെന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളെല്ലാം അവളോടൊത്ത് സന്തോഷിക്കാനായിട്ട് വീട്ടിൽ വന്നു. പ്രിയമുള്ളവരെ, എലിസബത്തിന് പ്രസവ സമയം അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. കർത്താവിൻ്റെ കാരുണ്യത്തെ ഓർത്ത് ബന്ധുക്കളും അയൽവാസികളും സന്തോഷിച്ചു. അങ്ങനെ അവർ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ദിവസം അടുത്തു. ഏതാണ്? 8-ാം ദിവസം. ആൺകുഞ്ഞുങ്ങളെ പരിച്ഛേദനം ചെയ്യണമെന്നുള്ള അബ്രാഹത്തോട് ദൈവം കൊടുത്ത ഉടമ്പടി. പരിച്ഛേദന ദിവസം വന്നു. അവിടെ പരിച്ഛേദനയുടെ ദിവസം വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയുമോ? 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് പേര് നൽകാൻ ആഗ്രഹിച്ചു. ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നത്? അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. പ്രിയമുള്ളവരുടെ ഒരു പേരുമാറ്റം നടക്കുകയാണ്. എന്താണ് ആ പേരുമാറ്റം? പരമ്പരാഗതമായ രീതിയിൽ അപ്പൻ്റെ പേരിടുന്നു, സക്കറിയ എന്നുള്ളത്. ഇവിടെ ദൈവം നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു, അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കരുണ, അല്ലെങ്കിൽ ദൈവത്താൽ നൽകപ്പെട്ടവൻ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിച്ഛേദനയ്ക്കായിട്ട് വന്ന സമയത്ത് അവിടെ ഈ പേര് മാറ്റം ഒരു പ്രശ്നമായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തോട് ചോദിക്കണം, ഏത് പേരാണ് സ്വീകരിക്കേണ്ടതെന്ന്. പരിച്ഛേദനയുടെ 8-ാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു അല്പസമയം ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. 8 ദിവസം പ്രായമായുള്ള കുഞ്ഞുമായി ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്.
അപ്പോൾ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഉടമ്പടിയായിട്ട് പരിശോധന ചെയ്യുമ്പോൾ സ്ത്രീകന്മാരെന്ത് ചെയ്തു? അതിൻ്റെ സ്ഥാനത്ത് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ശിശുസ്നാനത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഈ 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ പരിശോധന ചെയ്യുമ്പോൾ കുഞ്ഞിനെ പരിശോധന ചെയ്യുന്ന ആൾ ആരാണോ ആ ആളിങ്ങനെ പറയുമായിരുന്നു എന്ന് യഹൂദമതം തൻ്റെ കൽപ്പനകളാൽ നമ്മെ ശുദ്ധീകരിക്കുകയും പരിച്ഛേദനയുടെ നിയമം നമുക്ക് തരികയും ചെയ്ത് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ചൊല്ലിക്കൊണ്ടാണ് പരിച്ഛേദനയ്ക്കായിട്ട് ഒരുങ്ങുന്നത്, പരിച്ഛേദന ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പിതാവ് ഏറ്റു പറയുന്ന ഒരു വാക്കുണ്ട്, തൻ്റെ കൽപ്പനകൾ നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മുടെ പിതാവായ ദാവീദിൻ്റെ ഉടമ്പടിയിലേക്ക് ഈ കുഞ്ഞിനെ പ്രവേശിപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മാമോദിസ മുങ്ങുന്ന കുഞ്ഞിനു വേണ്ടി വൈദികൻ ചൊല്ലിക്കൊടുക്കുന്ന കാര്യം തലവട്ടപ്പൻ ഏറ്റു പറയുന്നത് ഇതിൻ്റെ ചുവടെ പിടിച്ചാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ പുരോഹിതൻ മാമോദിസ മുങ്ങുന്ന കുഞ്ഞിനെ വേണ്ടി തലവട്ടപ്പന് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. മാമോദിസ മുങ്ങുന്ന ഇന്നയാളായ ഞാൻ, കുഞ്ഞിനെ അപ്പോഴത്തേക്കും പേരിടുമല്ലോ, കുഞ്ഞിന് വേണ്ടി തലവട്ടപ്പം പറയും, സാത്താനെ നിന്നെയും നിൻ്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിൻ്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. ഇത് 3 പ്രാവശ്യം ചൊല്ലിക്കൊടുക്കും, 3 പ്രാവശ്യം ഏറ്റു പറയും. ക്രിസ്തുയേശുവിലൂടെ നൽകിയ വലിയ രക്ഷയുടെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അവൻ്റെ സൈന്യങ്ങളെയും അവൻ്റെ ദൂതന്മാരെയും അവനുള്ള എല്ലാ ഭയത്തെയും അവൻ്റെ സകല വഞ്ചനയെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്നാണ് കുഞ്ഞിന് വേണ്ടി തലവട്ടപ്പൻ പറയുന്നത്. അവിടെ 8 ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ട കുഞ്ഞിൻ്റെ അപ്പനാണ് പറയുന്നതെങ്കിൽ ഇന്ന് കുഞ്ഞിൻ്റെ ആത്മീയ അപ്പനാണ്, തലതൊട്ട അപ്പനാണ് ഇവിടെ പറയുന്നത്. വീണ്ടും മാമോദിസ മുങ്ങുന്ന ഡാഷാകുന്ന ഞാൻ മിശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം വിശ്വാസം ഏറ്റുപറയുന്നു. പിതാക്കന്മാർ പഠിപ്പിച്ച, ദീർഘദർശിമാർ സ്ലീഹന്മാർ പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ച ഈ ക്രിസ്തു വിശ്വാസം ഏറ്റുപറയുന്നു. അപ്പോൾ കുഞ്ഞല്ല പറഞ്ഞതെന്നുകൊണ്ട് അത് കുഞ്ഞിന് ബലമാകില്ല എന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. യഹൂദന്മാരുടെ കാലത്ത് 8 ദിവസം പരിച്ഛേദനയേറ്റ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞ് അവരാത്മാവിൽ വളർന്നുവെങ്കിൽ യേശുക്രിസ്തുവിനും സ്നാപയോഹന്നാനും വേണ്ടി ഇങ്ങനെ പറഞ്ഞു അവർ വളർന്നുവെങ്കിൽ, പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടുവെങ്കിൽ, നമ്മൾ മാമോദിസ ശിശുവായിരുന്നപ്പോൾ മുക്കിയതിലല്ല തടസ്സം നിൽക്കുന്നത്. വളർത്തുന്ന കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശിശു സ്നാനത്തെ തള്ളിപ്പറയുന്നവരോട് നമുക്കിങ്ങനെ പറയാൻ കഴിയണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് പ്രായത്തിലും ഏത് സമയത്തും ഇറങ്ങി വരും. എലിശബായുടെയും മറിയത്തിൻ്റെയും ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ശിശുക്കൾ തുള്ളിച്ചാടിയെങ്കിൽ റെബേക്കായുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുക്കളെക്കുറിച്ച് ദൈവം ഉദരത്തിൽ വെച്ച് തന്നെ അവരുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ നമ്മുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അവിടെ പരിച്ഛേദന കർമ്മം നടന്നു, പേരുമാറ്റം നടന്നു. പേരുമാറ്റം എന്താണ്? ദൈവം കരുണ ചെയ്തു എന്ന്. അപ്പോൾ തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി എന്നാണ്. സക്കറിയ ഈ ദിവസങ്ങളൊക്കെ ഊമനായിരുന്നു. പക്ഷേ ഊമനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഭാര്യയോട് നേരത്തെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടാകും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവൻ്റെ പേര് മാറ്റരുത്, യോഹന്നാൻ എന്നിടണമെന്ന്. അതുകൊണ്ടാണല്ലോ ഭാര്യ എലിസബത്ത് വ്യക്തമായി സ്വന്തക്കാരോട് പറഞ്ഞത് സക്കറിയ എന്നല്ല യോഹന്നാൻ എന്നാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാഞ്ഞത് കൊണ്ടാണ് അവർ സക്കറിയായോട് ചോദിക്കുന്നു. സക്കറിയ എഴുത്തുപലക വരുത്തുന്നതും എഴുതുന്നതും യോഹന്നാൻ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വസിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. വിശ്വസിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്.
അങ്ങനെ സ്വതന്ത്രമായ നാവ്. എന്താണ് നാവ് അടഞ്ഞു പോയതിൻ്റെ കാരണം എന്താണ്? വായ് മൂടിപ്പോയത് എന്തുകൊണ്ടാണ്? വിശ്വസിക്കാഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ഒരത്ഭുതം നടക്കുകയാണ്. ഒരു വലിയ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ തന്നെ ഈ കഷ്ടതയിൽ നിന്നും, ഒന്ന് തൻ്റെ കഷ്ടത എന്തായിരുന്നു? ഒരു കുഞ്ഞില്ല എന്നുള്ള സങ്കടമായിരുന്നു. ആ കുഞ്ഞിനെ ദൈവം വാഗ്ദാനം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ വിശ്വാസക്കുറവും ഒരു കഷ്ടതയായിപ്പോയി. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ വലിയ ആഗ്രഹങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെക്കും. സത്യമായിട്ടും ആവശ്യമുള്ള ആഗ്രഹമാണ്. പക്ഷേ അത് ദൈവം നടത്തി തരാമെന്ന് പറഞ്ഞാലും വിശ്വസിക്കാതെ വരുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായി മാറുകയാണ്. ഇതുപോലെ സക്കറിയ പുരോഹിതന് ആ വായും മൂടിപ്പോയത്, സംസാരിക്കാൻ പറ്റാതെ ആയപ്പോൾ, അത് നാവിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് വലിയ ഭയത്തിനും വേദനയ്ക്കും കാരണമാണ്. നാട്ടിലൊക്കെയാണെങ്കിൽ പറയില്ല, എൻ്റെ ദൈവമേ ഒരു കുഞ്ഞുണ്ടായി, അതായത് സന്തോഷം കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഷ്ടകാലം വന്നല്ലോ എന്ന് പറയും. പക്ഷേ ഇവിടെ ഇത് കുഞ്ഞ് ഇത് നീ അനുഭവിക്കുന്നത് വരെ, ഇത് നീ മനസ്സിലാക്കുന്നത് വരെ, ഇത് നീ കാണുന്നത് വരെയാണ് ആ ശിക്ഷാവിധി ഉണ്ടായിട്ടുള്ളൂ. അതൊരു പേടിപ്പിക്കലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സക്കറിയായ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദൈവഭയത്തിൽ നിന്ന് അദ്ദേഹം സ്തോത്രം ചെയ്യുകയാണ്, സ്തോത്രഗീതം അർപ്പിക്കുകയാണ്. എന്താണ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സക്കറിയായെ പോലെ ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുമ്പോൾ നമ്മളും ദൈവത്തെ സ്തുതിക്കണം. ദൈവം സ്തോത്രത്തിന് അർഹനാണ്. ഒന്നാമത് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ പാപം എല്ലാം അവിടുന്ന് മോചിച്ച് നൽകുന്നു എന്നുള്ളതിനാണ്. സങ്കീർത്തനം 103 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കണം. 2, താൻ നമ്മെ കാത്തുരക്ഷിക്കുന്നതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 23 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ എല്ലാ ഭൗമിക നന്മകളും അനുഗ്രഹങ്ങളും നൽകുന്നതിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കണം. സങ്കീർത്തനം 104 അതാണ് മഹത്വപ്പെടുത്തുന്നത്. 1 യോഹന്നാൻ 3:1 നമ്മളെ മക്കളാക്കി ചേർത്തതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും സന്തോഷത്തോടും നന്ദിയോടും രാവും പകലും യാമം തോറും, നെഹമ്യ 12:24 പറയുന്ന പോലെ, വെളിപാട് പുസ്തകം 4:8 പറയുന്ന പോലെ, ആയുഷ്കാലമെല്ലാം നമ്മൾ സ്തുതിക്കണം ദൈവത്തെ. പ്രത്യേകിച്ച് നമ്മുടെ കഷ്ടകാലത്ത് ദൈവത്തെ സ്തുതിക്കണം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, തടവറയിൽ വെച്ച് അവർ ദൈവത്തെ സ്തുതിച്ചു. വലിയ അത്ഭുതം നടന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്ന്, നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ബന്ധവും നമുക്ക് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ കർത്താവിനോട് പറയുന്നുണ്ട്. കർത്താവ് നമുക്ക് തരാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അവിശ്വാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന മൗനമാകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളത് ഉറപ്പാണ്. സംഭവിച്ചു കഴിയുമ്പോൾ അല്ലാതെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റാതിരിക്കില്ല. 55 പറയുന്ന പോലെ, അവിടെ നിന്ന് അയച്ച വചനം ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോകുകയില്ല. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്ത് ഭൂമിയെ നനച്ച് ഫലഭൂയിഷ്ടമാക്കുന്നത് പോലെ, ഫലങ്ങൾ രൂപപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിച്ച കാര്യം ചെയ്ത് മടങ്ങൂ എന്നുള്ളതാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് മടങ്ങിപ്പോവുകയില്ല, ഒരിക്കലും മടങ്ങിപ്പോവുകയില്ല, അത് നിവർത്തിക്കും. പക്ഷെ നമ്മൾ അവിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ ആ സങ്കടവും ദൈവം മാറ്റിത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സക്കറിയായും എലിസബത്തും ശിശു 3 പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എലിസബത്തിനെ മറിയം സന്ദർശിക്കുമ്പോൾ എലിസബത്തും ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. എലിസബത്ത് ശിശുവിനെ പ്രസവിച്ച് രക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സക്കറിയ പ്രവചിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ കാണുകയും യേശുക്രിസ്തുവിനെ കേൾക്കുകയും യേശുക്രിസ്തുവിനെ അനുഭവിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നാം അഭിഷേകം ചെയ്യപ്പെടുകയാണ്. മാമോദീസായിലൂടെ ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മൾ അങ്ങ് ജ്വലിക്കുകയാണ്. അത് കത്തി പടരണം നമ്മളിലൂടെ. ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ലോകത്തെ വീണ്ടെടുക്കണം. ഹല്ലേലൂയ. ഈ 3 പേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം,
ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഈ പേര് മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ പേര് മാറ്റണ്ട, അങ്ങനെ പേരിൽ വന്ന് കണ്ട് സംസാരിച്ച ഈ ബന്ധക്കാരൊക്കെ അവരുടെ ഇടയിൽ നിന്നുള്ളൊരു ചോദ്യം വന്നു. എന്താണ് ചോദ്യം? ഈ ശിശു ആരായിത്തീരും? ഈ ശിശു ആരായിത്തീരും? 66-ാമത്തെ വാക്യം. ഇതൊരു അത്ഭുത ചോദ്യമാണ്. ഈ ശിശു ആരായിത്തീരും? ആരായിത്തീരുമെന്ന് സക്കറിയ പ്രവാചകൻ എന്താ പറയുന്നത്? ആത്മാവിൽ വിളിച്ചു പറയുന്നുണ്ട്. 76-ാമത്തെ വാക്യം. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചന വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. ആരാണ് ശിശു? അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ഈ ശിശു ജനിച്ചിരിക്കുന്നത്. അപ്പോൾ മാമോദീസായിലൂടെ നമ്മളും ജനിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ അനുഭവത്തിലേക്കാണെന്ന് തിരിച്ചറിയണം. ഈ അനുഭവത്തിലേക്കാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സക്കറിയ പ്രവാചകനെ പോലെ ആത്മാവ് നിറഞ്ഞ് വിളിച്ചു പറയാൻ കഴിയണം, യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ സർവസ്വവും, യേശു എൻ്റെ നാഥൻ, അവനിൽ എൻ്റെ ജീവനും ജീവിതത്തിനും മരണശേഷമുള്ള നിത്യജീവനും ആവശ്യമായതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ കൂടെയാണ് ഞാൻ, അവനിലാണ് ഞാൻ, അവൻ എന്നിലുമാണ്. ഞാൻ അതുകൊണ്ട് ലോകത്തെ ഭയപ്പെടില്ല. ഞാൻ ലോകത്തെയും പിശാചിനെയും ഇതാ വെല്ലുവിളിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണ്, എൻ്റെ കർത്താവിൻ്റെ മകളാണ്. നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ വിശ്വാസം ഏറ്റുപറയാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ സ്നാപയോഹന്നാനെക്കുറിച്ചുള്ള ഈ അനുസ്മരണ ദിവസം, എലിശുബ സ്നാപയോഹന്നാനെ പ്രസവിച്ച സമയത്ത് ആ നാട്ടിലെങ്ങുമുണ്ടായ സന്തോഷം, എൻ്റെ മാനസാന്തരത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവത്തിൽ, എൻ്റെ മാമോദീസായിലൂടെ ഉണ്ടാകുന്ന വീണ്ടും ജനനത്തിൽ, കർത്താവേ, എൻ്റെ അനുതാപത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട അനുതാപത്തിൻ്റെ വീണ്ടും ജനനത്തിൽ വലിയ അത്ഭുതം ഉളവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ എൻ്റെ തലതൊട്ടപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ ആത്മീയമായി വളർത്തുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് വന്ന കുറവുകളെ, പോരായ്മകളെല്ലാം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും നാഥ, നീ എന്നെ അവിടുത്തെ മകനായി സ്വീകരിച്ച് ഇന്നവരെ നടത്തിയല്ലോ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നല്ലിച്ചത് നാഥ. തലതൊട്ടപ്പന് ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എങ്കിലും നീ എന്നെ അത് നിറവേറ്റി പൂർത്തീകരിച്ചതിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയ തലതൊട്ടപ്പന്മാരെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് ചഞ്ചലത്തിൻ്റെ ആവശ്യമില്ല, അവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ക്രിസ്തുവിൽ വേർതിരിക്കപ്പെട്ടവനാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിലൂടെ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തമാണ് എൻ്റെ രക്തമെന്ന് ഞാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചറിഞ്ഞു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്നാപയോഹന്നാൻ്റെ ജനനത്തിൻ്റെ ഈ ഓർമ്മ ദിവസം ഞങ്ങളെല്ലാവരും ഇരുളിലും മരണത്തിൻ്റെ നിഴലിലുമായിരിക്കുന്നവർക്ക് പ്രകാശമായി
രൂപാന്തരപ്പെടുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. പിതാവാം ദൈവമേ, അടിയങ്ങളുടെ ബലഹീന പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, ഇത് അനേകർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരെയും ദൈവം ഒത്തിരി സഹായിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.